ഇത് തുടങ്ങുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമുക്ക് ക്ലാസ് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള അമ്പലങ്ങളുണ്ട്. അവിടെ അമ്പലത്തിനൊക്കെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവം ആകുമ്പോഴത്തേക്കും പാട്ടിങ്ങനെ വെച്ചിട്ടുണ്ടാവും. സ്പീക്കറൊക്കെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടൊക്കെ വയ്ക്കും. ഭയങ്കര ഒച്ചയാണ്, കാരണം ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിരുന്നതാണ്. ഇപ്പോഴും നമ്മുടെ ആറ്റുകാൽ പൊങ്കാല അതിൻ്റെ പാട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെ വെച്ച് ഉച്ചയായിട്ട് അവർ ഊണഴിക്കാനൊക്കെ പോയിരുന്നുണ്ടായിരിക്കാം, ശബ്ദമില്ലാതിരിക്കുകയാണ്. ആ സമയം നോക്കി വേഗം എടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടു നോക്കാം. പുതിയ സ്റ്റെപ്സ് പഠിക്കാം, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി പഠിക്കാം. നമുക്ക് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് മുടങ്ങിയിരിക്കുമായിരുന്നു. ഇവിടെ ചുറ്റുപാട് ഓരോ അമ്പലത്തിലും ദിവസവും ഓരോ ഉത്സവം, 10 ദിവസം ഉത്സവം വെച്ച് വരുമ്പോൾ അതിൻ്റെ പാട്ട് ഇപ്പം തന്നെ കണ്ടോ, പാട്ടും ബഹളമാണ് എല്ലായിടത്തും. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ പാട്ടിൻ്റെ ബഹളമാണ്. അപ്പം നമുക്ക് ശരിക്കും അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ല. ഈ ഒച്ചയും ബഹളം കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചെറിയൊരു ശബ്ദം കുറവുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ഇന്നൊന്ന് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലേ, പൊങ്കാലയ്ക്ക് ഇടാൻ പോണ്ടേ? പൊങ്കാല എന്നാണ് അറിയോ? ട്യൂസ്ഡേ അല്ലേ പൊങ്കാല. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് പൊങ്കാലയ്ക്ക് ഇടണേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്റ്റെപ്പ് പഠിക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് പറഞ്ഞു തരാം, നമസ്കരിച്ചോളൂ അതിനു മുമ്പ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചവിട്ടാം. നന്നായിട്ട് നടന്ന് ചെയ്യൂ. റെഡി, ചെയ്തോളൂ. 1 2 3 4 1 2 നന്നായിട്ട് ചവിട്ടു. 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? നമുക്കിനി ഇതിൻ്റെ കൈ പിടിക്കാം. കൈ എടുത്തല്ലോ, ചെയ്തോളൂ. കൈ എടുത്ത് ചെയ്തോളൂ. റെഡി. 1 2 നന്നായിട്ട് താട്ടെ. 3 4. അപ്പോൾ 1 ഒന്ന് ചരിഞ്ഞു കൊടുക്കണം, 2 എന്ത് ചെയ്യണം, താഴണം അല്ലേ? ഓക്കെ, ചെയ്തോളൂ. 1 2 3 4. കൈ ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കണം. 2 3 4. ഒന്നും കൂടെ. 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി. ആദ്യം എടുത്തത് കാല് മുന്നോട്ട് വെച്ചിട്ടാണ് എടുത്തത് അല്ലേ? ഇനി നമുക്ക് അതേപോലെ തന്നെ അതേ സ്റ്റെപ്പാണ്, പക്ഷെ കാല് പുറകോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചെയ്തോളൂ, നോക്കട്ടെ. 1 2 3 4. അതാണ്. 1 2 3 4. ഒന്നുകൂടെ. 1 2 3 4. 1 2 3 4. ഇനി നമുക്കിതിൻ്റെ കൈ പഠിക്കാം. കൈ എടുത്ത് ചെയ്യാല്ലേ? കൈ അതേ സെയിം ആണ്, കൈക്ക് മാറ്റം വരുന്നില്ല, കാല് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പം ഇനി ആ കൈ വെച്ചിട്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ എടുത്ത സ്റ്റെപ്പ് ചെയ്യട്ടു. 1 2. അല്ല, ഇപ്പം നമ്മൾ അതെ തന്നെ ആദ്യം നമ്മൾ മുന്നോട്ടെടുത്തു അല്ലേ? അത് തന്നെ പുറകോട്ടെടുത്തു. ചെയ്തോളൂ. 1 2 3 4. 1 2 3 4. 1 2 3 4. നന്നായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ചെയ്താലോ? ആദ്യം നമ്മൾ മുമ്പോട്ടാണ് എടുത്തത് അല്ലേ? ചെയ്തോളൂ. 1 2 3 4. 1 2. ഒന്ന് ചേർത്ത് ചെയ്യാം അല്ലേ? രണ്ടും കൂടെ ആദ്യത്തെ രണ്ടാമത്തെ കൂടെ ചേർത്ത് ചെയ്യാം. ചെയ്തോളൂ. 1 മുമ്പോട്ടാണ് ആദ്യം, 2 താഴത്തെ. നന്നായിട്ട്. 3 4. 1 2. അല്ല, നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്യണം, പിന്നെ 2 പ്രാവശ്യം പുറകോട്ട് ചെയ്യണം. ഒന്നുകൂടി ചെയ്തോളൂ. 1 2 3 4. 1 2 3 4. ഇനി പുറകോട്ടാണ്. 1 2. ഇങ്ങോട്ട് 3 4. തിരിച്ചല്ലോ. ആദ്യം അങ്ങോട്ടാണ്. 1 2 3 4. ഒരു പ്രാവശ്യം കൂടെ. 1 അങ്ങോട്ടാണ് മോളെ, നടുക്കെട്ട് നിൽക്കുന്ന ആൾ. 1
2. ആ ശരി, 3, 4. നന്നായിട്ട് താഴണം, നന്നായിട്ട് താഴണം. ചരമണ്ഡലത്തിലോട്ട് കയറി നിൽക്കരുത് കേട്ടോ. ആ താഴണം, പക്ഷേ വച്ച് ചെയ്തോളൂ. 1, 2, 3, 4. 1, 2, 3, 4. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇനി നമുക്കിത് രണ്ടും ഒന്നും കൂടെ ചെയ്യണം, ഓരോ പ്രാവശ്യം. ആദ്യം ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം, ബാക്കിൽ ഒരു പ്രാവശ്യം. മനസ്സിലായോ? ചെയ്തോളൂ. റെഡി? 1, 2, 3, 4. 1, 2, 3, 4. ഒന്നും കൂടെ. 1, 2, 3, 4. 1, 2, 3, 4. അപ്പോൾ കൈ നമ്മളിങ്ങനെ കുനിച്ച് പിടിക്കരുത്. കൈ വെറുതെ നിവർത്തി പിടിച്ചാൽ മതി. കൈ ഇങ്ങനെ ഉരുട്ടി പിടിക്കേണ്ട, വെറുതെ നിവർത്തി പിടിച്ചാൽ മതി. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി ചെയ്യൂ, കൈ ശരിയാവട്ടെ. 1, 2, 3, 4, 5, 6, 7, 8. നന്നായിട്ട് മനസ്സിലായില്ലേ? വെരി ഗുഡ്. ഒരു സ്റ്റെപ്പ് പഠിച്ചു അല്ലേ? ആ സ്റ്റെപ്പ് ഒന്ന് ചവിട്ടു നോക്കട്ടെ. അവിടെ ഒരേ കാലം തന്നെയാണ്. വലത് കാലം 2 പ്രാവശ്യം ചവിട്ടുന്നു, ഇടത് കാലം 2 പ്രാവശ്യം ചവിട്ടുന്നു. പിന്നെ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നിട്ട് വലത് കാലം 2 പ്രാവശ്യം ചവിട്ടുന്നു, ഇടത് കാലം 2 പ്രാവശ്യം ചവിട്ടുന്നു. ഇനി എന്ത് ചെയ്യും? നമ്മൾ വലത് കാലം 2 അവിടെ തന്നെ ചവിട്ടുന്നു, ഇടത് കാലം അവിടെ തന്നെ ചവിട്ടുന്നു. ഇനി വലത് കാലം പുറകോട്ട് 2 പ്രാവശ്യം ചവിട്ടുന്നു, ഇടത് കാലം പുറകോട്ട്. അത്രയേ ഉള്ളൂ. ഈസി അല്ലേ സ്റ്റെപ്പ്? ചവിട്ട് നോക്കട്ടെ. 1, 2, 3, 4. മുന്നോട്ടാണ്. 1, 2, 3, 4. ഇനി അവിടെ തന്നെ. 1, 2, 3, 4. പുറകോട്ടാണ്. 1, 2, 3, 4. മനസ്സിലായല്ലോ? ഇനി ഒന്നുകൂടി ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. ഒന്നും കൂടെ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് ഈ 3 സ്റ്റെപ്പുകളും ചേർത്ത് ചെയ്താലോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൈ പറഞ്ഞു തന്നില്ലല്ലേ? ഓക്കെ, കൈ പറഞ്ഞു തരാം. ഇതുമല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കാം നമുക്ക്. കൈ എടുത്തിട്ട് 1. കൈ 2 കൈയും മലർത്തിയാണ്. അങ്ങനെ 2 കൈയും ഒരേപോലെ. 1, 2, 3, 4. ഇനി പുറകോട്ട് മുമ്പോട്ട് 5, 6. അവർ 2 കൈയും കമഴ്ത്തി 7, 8. ഇനി അവിടെ തന്നെ മലർത്തി വീണ്ടും. 1, 2, 3, 4 കമഴ്ത്തി. 5, 6 കമഴ്ത്തിയാണ് പുറകിലോട്ട്. 7, 8. ധൈര്യമായിട്ട് ചെയ്തോ, എന്തിനാണ് പേടിക്കണത്? അപ്പം നമ്മൾ 1, 2 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഒന്ന് താഴ്ന്നു കൈ ഒന്നിങ്ങനെ അനക്കി കൊടുക്കണം. മനസ്സിലായി? എങ്ങനെയാണ്? 1 അത് വരണം. 2, 3, 4. മുന്നോട്ട് 5, 6, 7, 8. വീണ്ടും അവിടെ നിന്ന് തന്നെ 1, 2, 3, 4. പുറകോട്ട് 5, 6, 7, 8. ഒരാൾക്ക് മനസ്സിലായില്ല, സംശയിച്ച് നിൽക്കുന്നു. സംശയിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ചെയ്യും. മോൾ നോക്കിക്കൊണ്ടുവന്നോളൂ കേട്ടോ. ചെയ്യൂ, നിങ്ങൾ 2 ചെയ്യൂ. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6. എങ്ങനെ ചെയ്യാൻ പറഞ്ഞു? കയ്യ് 5, 6 കൈ എങ്ങനെ മലർത്തി ആദ്യം നമ്മൾ പിടിച്ചു, പിന്നെ കമിഴ്ത്തുകയല്ലേ വേണ്ടത്. പിന്നെ ഞാൻ എങ്ങനെ കൈ പിടിക്കാൻ പറഞ്ഞു? കുറച്ചൊന്ന് അയച്ച് അല്ലേ? 1, 2 എന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെയ്യണം. ചെയ്ത് നോക്കട്ടെ. 1, 2, 3, 4. 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. അങ്ങോട്ടുള്ള ശരീരമൊന്നുമില്ല, ചുമ്മാ നേരെ നടന്നു പോയാൽ മതി. 1 എന്ന് ഒന്ന് താഴ്ന്ന് ഒരു ഓളം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം. ഒന്ന് കാണിച്ചാൽ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ. 1, 2, 3, 4, 5, 6. നിങ്ങൾ 5, 6 ഇടല്ല. ഞാൻ പറഞ്ഞ 1, 2 ഇങ്ങനെ വളച്ചിങ്ങനെ ചെറുതായിട്ടിങ്ങനെ എടുക്കണം. മനസ്സിലായോ? ഒന്നുകൂടെ ചെയ്തേ നോക്കട്ടെ. 1, 2, 3, 4, 5, 6,
7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായോ? നന്നായിട്ട് ഭയങ്കര സംശയിച്ചൊക്കെയാണ് ചെയ്യണത്. ഈ 3 സ്റ്റെപ്പും 4 മാത്രം സ്റ്റെപ്പ് മാത്രം ചെയ്ത് ചേർത്ത് ചെയ്യൂ. റെഡി? ചെയ്തോളൂ. 1, 2, 3 താളം 4. ഇനി അടുത്ത 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായല്ലോ? നമുക്കിൻ്റെ കൈയും കൂടെ ചേർത്ത് കൂടെ എടുത്ത് ചെയ്യാം. 3 ഒരുമിച്ച് കേട്ടോ. ചെയ്തോളൂ. റെഡി? 1, 2 താഴട്ടെ, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8. ഒരു പ്രാവശ്യം കൂടെ ചെയ്താലോ? ഇത് തെറ്റിക്കാതെ ചെയ്യണേ. ചിരിച്ച് ചെയ്യൂ. ചെയ്തോളൂ. റെഡി? 1, 2, 3, 4. നടുക്ക് നിൽക്കുന്ന ആൾ ഭയങ്കര പിണങ്ങി നിന്ന് ചെയ്യുന്നു. ചിരിച്ച് ചെയ്യൂ. 1, 2, 3, 4. ശരി. 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8. സംശയമൊന്നുമില്ലല്ലോ? ചിരി മാത്രമില്ല. പാട്ട് പാടി ചെയ്താലോ? ആദ്യം തിരിച്ചേണേ. റെഡി ആണല്ലോ? ചെയ്തോളൂ. വേഗമേ ചെന്നങ്ങ് ഘോരകാട്ടിൽ വന്നു പീരന്നു ഗണപതിയും. വന്നു പീരന്നു ഗണപതിയും. വന്നു പീരന്നു ഗണപതിയും. വേഗമേ വന്നങ്ങ് ഘോരക്കാട്ടിൽ വന്നു പീരന്നു ഗണപതിയും. വന്നു പീരന്നു ഗണപതിയും. നന്നായിട്ട് മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നന്ദി. കളി ക്ലാസ് കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് എടുക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സാണ്. അപ്പം ഞാൻ ഈ ഒരു പദം അതിന് മുമ്പുള്ള പദത്തിനൊക്കെ ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഇത് ഗണപതി സ്തുതിയാണ് ഇത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയുള്ളത് ഇതിന് മുമ്പുള്ള പദമൊക്കെ എടുത്തപ്പോഴെല്ലാം സിമ്പിൾ സ്റ്റെപ്സാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും ഇത്രയും നേരം കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.